ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് CV ഒരു സീമാൻ ഒരു ക്രൂസ് ഷിപ്പിലേക്ക് ഇൻ്റർവ്യൂവിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു നല്ല CV തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു ക്രൂസ് ഷിപ്പിലേക്ക് ഇൻ്റർവ്യൂവിന് കടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആ ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മളുടെ ബോഡി ലാംഗ്വേജസ്, നമ്മുടെ റിപ്ലൈ, അതുപോലൊക്കെ തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ CV. അപ്പോൾ ഒരു CV എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളൊരു CV തയ്യാറാക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്നത് പോലെയുള്ള നിരവധിയായ കളർ CVകൾ നമുക്കിന്ന് ഗൂഗിളിൽ നിന്ന് ധാരാളമായി ലഭ്യമാവുന്നതാണ്. എന്നാൽ നമ്മളൊരു ക്രൂയിസ് ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കളർ CVകൾ തയ്യാറാക്കാതെ അതിൻ്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പരമാവധി കളേഴ്സ് കുറച്ചുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ CVകൾ തയ്യാറാക്കുന്നതായിരിക്കാം ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് കളറുകളെയല്ല, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മളുടെ എക്സ്പീരിയൻസ്, സ്കില്ലുകൾ, അതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ CV. അപ്പോൾ നമുക്ക് CVയിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന CV 3 പേജിൽ അടങ്ങിയിരിക്കുന്നതാണ്. എക്സ്പീരിയൻസ്, നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുമ്പോൾ ഒരു 3 പേജിലേക്ക് കഴിയാം. അത് നിങ്ങൾക്ക് 2 പേജായിട്ട് ചുരുക്കാവുന്നതുമാണ്. അപ്പോൾ ആദ്യത്തെ പേജ് ഇങ്ങനെയാണ്. നമ്മളുടെ ഒരു ഫോട്ടോ, അത് ഫ്രണ്ട് പേജിൽ തന്നെ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച ഒരു ഫോട്ടോ ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ആ ഫോട്ടോ ഈ CVയിൽ കാണുന്നത് പോലെ ടോപ്പ് റൈറ്റിൽ കൊടുക്കുവാനും ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് നോട്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ പേരാണ്. പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് നോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം CVയിലും നിങ്ങൾ പേര് കൊടുക്കേണ്ടത്. അതിനുശേഷം അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ പൂരിപ്പിക്കുക. കാരണം ഇനി ഫ്യൂച്ചറിൽ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത് ഇതുവഴിയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് CVയുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. അതിനുശേഷം ഒബ്ജക്റ്റീവായിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ChatGPTയോടൊക്കെ ചോദിച്ച് വേറൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ വെക്കാവുന്നതാണ്. അതിനുശേഷം അതിന് താഴെയായിട്ടാണ് നിങ്ങൾ കരിയർ പ്രോഗ്രഷനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ 8 കൊണ്ട് താഴെയായിട്ട് അതും ചെയ്യാവുന്നതാണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ കമ്പനിയുടെ പേര്, നമ്മൾ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത വർഷം, പൊസിഷൻ ഏതാണ്, കമ്പനിയുടെ അഡ്രസ്സ് ഏതാണ്, അതൊക്കെ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾ ഏത് വെസലിലാണ് വർക്ക് ചെയ്തത് ആ വെസലിൻ്റെ പേര്, പിന്നെ ഏത് ടൈപ്പ് വെസലാണ്, പിന്നെ IMO നമ്പർ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ IMO നമ്പർ ലഭിക്കും. പിന്നെ സൈൻ ഓൺ ഡേറ്റ്, സൈൻ ഓഫ് ഡേറ്റ് എന്നിവയൊക്കെ കൊടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്താൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നും. അതിൻ്റെ താഴെയാണ് ജോബ് സമ്മറി പൂരിപ്പിക്കേണ്ടത്. നിങ്ങൾ മുകളിൽ കൊടുത്ത ജോബ് എക്സ്പീരിയൻസിൻ്റെ ജോബ് സമ്മറി ആയിരിക്കണം താഴെ കൊടുക്കേണ്ടത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോബ് സമ്മറി നിങ്ങൾക്ക് ലഭ്യമാകും, അതവിടെ പൂരിപ്പിക്കുക. ഇത്രയാണ് ഒന്നാമത്തെ പേജിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഇനി രണ്ടാമത്തെ പേജിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പേജിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് ക്രൂ മെമ്പർ ഇവാലുവേഷൻ ആണ്. നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പീരിയൻസിൻ്റെ ക്രൂ മെമ്പർ ഇവാലുവേഷൻ ഒരു ക്രൂസ് ഷിപ്പിലൊക്കെ വർക്ക് ചെയ്ത ഒരാൾക്ക് അറിയാവുന്നതായിരിക്കാം. അവിടെ നിന്ന് നമുക്കൊരു കോൺട്രാക്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നതാണ് ഇവാലുവേഷൻ. നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഇവാലുവേഷൻ. അപ്പോൾ ആ ഇവാലുവേഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ക്രൂ മെമ്പർ ഇവാലുവേഷൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കരിയർ പ്രോഗ്രഷൻ 2ഉം 3ഉം. അത് നിങ്ങൾക്ക് അതിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി 1 മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം. അതിൻ്റെ താഴെയായിട്ട് കൊടുക്കാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രമാനുസൃതമായിട്ട് ഏറ്റവും ടോപ്പിൽ കൊടുക്കുക. അതിന് താഴെയായിട്ട് അടുത്തതായിട്ട് കൊടുത്തു തരിക. അടുത്ത ലൈനിലായിട്ട് ട്രെയിനിങ് ആൻഡ് കോഴ്സസ് എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്ത STCW കോഴ്സസ്, പിന്നെ CDCയെ കുറിച്ചും ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പോലെ ഒന്ന് കൊടുത്തു വെക്കുക. അതോടുകൂടി നിങ്ങളുടെ സെക്കൻഡ് പേജ് കംപ്ലീറ്റ് ആവും. ഇനി തേർഡ് പേജിലേക്ക് പോവുകയാണ്. അവിടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നത് പോലെ കൊടുത്തതിന് ശേഷം
പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, പ്ലേസ് ഓഫ് ഇഷ്യൂ അങ്ങനെയൊക്കെ കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം താഴെയുള്ളത് CDCൻ്റെ ഡീറ്റെയിൽസ് ആണ്. CDC ഡീറ്റെയിൽസ് യഥാക്രമം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്താൽ സിയുടെ എൻഡ് ലൈനായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു സെൻറ്റൻസ് കൂടി കൊടുത്ത് ഡേറ്റും പ്ലേസും അവസാനമായി ഏറ്റവും താഴെയായി നിങ്ങളുടെ പേര് കൂടെ ആഡ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു CV നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പം കയ്യിൽ വെക്കാൻ പറ്റുന്നതാണ്.